സംസ്ഥാനത്തെ ബി.ജെ.പി. നേതാക്കളുടെ എതിർപ്പിനിടെയാണ് രാജീവ് ചന്ദ്രശേഖറിനെ സംസ്ഥാന ബി.ജെ.പിയുടെ അധ്യക്ഷനായിട്ട് കേന്ദ്ര നേതൃത്വം നിയോഗിക്കുന്നത്. കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിനെ കേരളത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അത് കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വത്തിന് തന്നെ നൽകുന്ന ഒരു സൂചന കൂടിയായിരുന്നു. അതായത് ഇത്രയും കാലം നിങ്ങളിവിടെ പാർട്ടിയെ നന്നാക്കാൻ നോക്കി, നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് മനസ്സിലായി, ഇനി ഞങ്ങൾ പറയുന്ന ആളെ കൊണ്ട് ഈ പാർട്ടി നന്നാവുമെന്ന് നോക്കട്ടെ എന്നുള്ള ഒരു സൂചന അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരുന്നത്. വി മുരളീധരനും പി.കെ. കൃഷ്ണദാസും ശ്രീധരൻപിള്ളിയും സുരേന്ദ്രനും ഒക്കെ ഉണ്ടായിട്ടും ഇത്രയും ആളുകളെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയും ആളുകളുടെ അഭിപ്രായത്തിന് യാതൊരു വിലയും നൽകാതെയാണ് കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിനെ ഇവിടെ സംസ്ഥാനത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ മത്സരത്തിന് വന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം വളരെയധികം എതിർപ്പ് രേഖപ്പെടുത്തുകയും അദ്ദേഹത്തോട് ഒരു അത്ര രസകരമല്ലാത്ത ഒരു സമീപനമായിരുന്നു സംസ്ഥാന നേതൃത്വത്തിൻ്റെ പല നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. പക്ഷേ കേന്ദ്ര നേതൃത്വം അതൊന്നും വകവെക്കാതെ ബി.ജെ.പിയുടെ തിരുവനന്തപുരത്ത് നിന്ന് ശശി തരൂരിനെ നേരിടാൻ ഒരു മുതിർന്ന കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു മികച്ച കാൻഡിഡേറ്റ് എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖറിനെ മത്സരിപ്പിക്കുകയായിരുന്നു. രാജീവ് ചന്ദ്രശേഖറിനെ മത്സരിപ്പിച്ചത് ഒരു ശക്തമായ മത്സരം തന്നെ തിരുവനന്തപുരത്ത് ബി.ജെ.പിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. ഒരു വേള ബി.ജെ.പി. തിരുവനന്തപുരം മണ്ഡലം പിടിക്കും എന്ന് തന്നെ ഉറപ്പിച്ചു നിന്ന ഘട്ടം വരെ ഉണ്ടായിരുന്നു. തീരദേശ മേഖലയിലെ വോട്ടുകളാണ് അവസാന ഘട്ടത്തിൽ ശശി തരൂരിന് തുണയായത്. പക്ഷേ കേരളത്തിലെ ബി.ജെ.പിക്ക് ഒരു ഉണർവ് നൽകുന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആ വരവ് കാരണമായി എന്നത് ഒരു വസ്തുതയാണ്. ഇപ്പോൾ സംസ്ഥാനത്തെ നേതാക്കളുടെ എതിർപ്പ്, രാജീവ് ചന്ദ്രശേഖറിനോടുള്ള എതിർപ്പ് പരസ്യമാക്കിയതിൻ്റെ പേരിൽ 3 നേതാക്കളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പാർട്ടിയിൽ നിന്ന്. ഇത് യുവമോർച്ച ഭാരവാഹികളുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കടുത്ത ഭാഷയിൽ സോഷ്യൽ മീഡിയയിലും മറ്റും വിമർശിച്ച 3 നേതാക്കൾ, രാജീവ് ചന്ദ്രശേഖറിനെ വിമർശിച്ച 3 നേതാക്കളെയാണ് ഇപ്പോൾ പാർട്ടി ഔദ്യോഗികമായിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. യുവമോർച്ച ഭാരവാഹി പ്രഖ്യാപനത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെതിരെ പരിഹാസവുമായി താഴെത്തട്ടിലെ നേതാക്കൾ. ബി.ജെ.പിയെ ബിസിനസ് ജനതാ പാർട്ടിയേക്കെന്ന് ഒ.ബി.സി. മോർച്ച തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വിപിൻ കുമാർ വിമർശിച്ചു. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, ഒ.ബി.സി. മോർച്ചയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബി.ജെ.പിയെ ബിസിനസ് ജനതാ പാർട്ടി എന്നാക്കി മാറ്റി എന്നുള്ളതാണ്. രൂക്ഷമായ വിമർശനമാണ് അത്. കൃത്യമായിട്ട് രാജീവ് ചന്ദ്രശേഖർ ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് ഒരുപാട് ബിസിനസ്സുകളുണ്ട്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ ബിസിനസ്സുള്ളൊരു മനുഷ്യനാണ് എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയെ ബിസിനസ് ജനതാ പാർട്ടി എന്ന് വിപിൻ കുമാർ പറഞ്ഞത്. അത് രാജീവ് ചന്ദ്രശേഖറിലേക്ക് കൃത്യമായിട്ട് എത്തുന്നത്. സ്ഥാനം കിട്ടാതായപ്പോൾ രാജിവെച്ച രാജീവ് ചന്ദ്രശേഖറിൻ്റെ സംഘടനാ സ്നേഹം എല്ലാവർക്കും അറിയാമെന്നും അദ്ദേഹം പരിഹസിച്ചു. ഇന്ന് വന്ന ഇട്ടിക്കണ്ടപ്പന്മാരൊക്കെ എന്തടിസ്ഥാനത്തിലാണ് ചുമതലയിൽ വന്നതെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ പ്രവർത്തകർ മറുപടി കൊടുക്കുന്ന ഒരു കാലം വരും. അന്ന് ബിസിനസ് ചെയ്യാൻ വന്നവനും ഏഷ്യാനെറ്റ് കച്ചവട മാമാങ്കം നിയന്ത്രിക്കുന്നവനുമൊക്കെ മനസ്സിലാക്കും. പക്ഷേ സംഘടനയാണ് നശിച്ചു പോകുന്നതെന്നും വിപിൻ കുമാർ വിശദീകരിച്ചു. തെറ്റുപറ്റിയത് പാർട്ടിക്കാണോ അതോ നേതാക്കളുടെ പിടിവാശിയാണോ എന്ന് പെരിങ്കടവിള പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ എസ് ശ്രീരാഗ് വിമർശിച്ചു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സജിത്തിനെ ഒഴിവാക്കിയതിലായിരുന്നു പരസ്യ വിമർശനം. പാർട്ടിയെ വളർത്തിയവരെ പാർട്ടി മറന്നെന്ന് വിമർശിച്ച ശ്രീരാഗ് അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കാൻ ചിഹ്നം നൽകിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നും നേതൃത്വത്തെ വെല്ലുവിളിച്ചു. അതായത് നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് പാർട്ടിയുടെ ഈ ഒ.ബി.സി. മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റുമൊക്കെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാന അധ്യക്ഷനെതിരെ പരസ്യമായിട്ടുള്ള ഈ വിമർശനം വന്നതിൻ്റെ ചുവട് പിടിച്ച് 3 ബി.ജെ.പി. നേതാക്കളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഒ.ബി.സി. മോർച്ച തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വിപിൻ കുമാർ, പെരിങ്കടവിള പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ എസ് ശ്രീരാഗ്, വിഷ്ണു കൈപ്പള്ളി എന്നിവരെയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് നടപടിയെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഈ യുവമോർച്ച ഭാരവാഹി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ട് ഈ നേതാക്കൾ നടത്തിയ വിമർശനത്തിന് അടിസ്ഥാനമുണ്ട് എന്നാണ് മറ്റ് സംസ്ഥാന നേതാക്കൾ രഹസ്യമായിട്ട് പ്രതികരിക്കുന്നത്. കാരണം യുവമോർച്ചയൊക്കെ തന്നെയാണ് ബി.ജെ.പിയുടെ ശക്തി. ABVPയും യുവമോർച്ചയും, അതായത് യുവജനങ്ങളാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ശക്തി, അവരുടെ ബലവും. അപ്പോൾ അവരേത് രീതിയിലാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ജനസമ്മതി എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്താൻ. എല്ലാ കാലത്തും ഈ യുവജന സംഘടനകളുടെ പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാനപരമായ അവരുടെ വളർച്ച എങ്ങനെയാണ് എന്ന് വിലയിരുത്താൻ സാധിക്കുക.
യുവജന പാർട്ടി ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ സാധാരണക്കാരായ യുവജനങ്ങൾക്കിടയിൽ, കാരണം അവരാണ് എല്ലാ കാലത്തും ഏതൊരു ഭരണത്തെയും ഭരണത്തെ നിശ്ചയിക്കുന്നത്. അടുത്തത് ആര് ഭരിക്കണം എന്ന് നിശ്ചയിക്കുന്നത് യൂത്താണ്, യുവജനങ്ങളാണ്. അപ്പോൾ അവർക്കിടയിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും യുവജന സംഘടനകൾ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതിനനുസരിച്ചാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ച എന്ന് പറയുന്നതാണ് ശരി. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം യുവമോർച്ച, OBC മോർച്ച തുടങ്ങിയ അവരുടെ യുവജന സംഘടനകൾക്ക് കൃത്യമായിട്ട് അതിൽ ഇത്രയും കാലം പാർട്ടിയെ വളർത്താൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത് പോലീസിൻ്റെ മർദ്ദനം വാങ്ങിച്ചും മറ്റ് രാഷ്ട്രീയ എതിരാളികളുടെ മർദ്ദനം വാങ്ങിക്കുകയൊക്കെ ചെയ്ത് പാർട്ടിയെ വളർത്താൻ അഹോരാത്രം കഷ്ടപ്പെട്ട ആളുകൾക്ക് യാതൊരു പരിഗണനയും നൽകാതെയാണ് യുവമോർച്ചയുടെ ഏറ്റവും പുതിയ ഭാരവാഹിക്ക് പട്ടിക വന്നത് എന്നതാണ് ഈ പല നേതാക്കളെയും ചൊടിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും പാർട്ടി അച്ചടക്കമുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് എങ്കിൽ ആദ്യഘട്ടത്തിൽ വിമർശനങ്ങളെല്ലാം അല്ലെങ്കിൽ അഭിപ്രായങ്ങളെല്ലാം ഇങ്ങനെയൊരു ഭാരവാഹിക പട്ടിക അവർക്ക് സ്വീകാര്യമല്ലാത്ത രീതിയിലാണ് വന്നതെങ്കിൽ അത് പാർട്ടിക്കകത്ത് തന്നെയാണ് ഉന്നയിക്കുക. പക്ഷേ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെ പരസ്യമായിട്ട് സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും വാട്സപ്പ് വഴിയും ഒക്കെ ഇവരുടെ പരിഹാസ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തി എന്നുള്ളതാണ് വസ്തുത. മുൻപ് സ്ഥാനമാനങ്ങൾ കിട്ടാതെ പാർട്ടി സ്ഥാനമാനങ്ങൾ കിട്ടാതെ രാജീവ് ചന്ദ്രശേഖർ രാജിവെച്ച് പോയി എന്നും ഏഷ്യാനെറ്റിൻ്റെ കച്ചവട മാമാങ്കം നടത്താൻ വന്നവനെയാണ് പാർട്ടി സംസ്ഥാനത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് രാജീവ് ചന്ദ്രശേഖറിനെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് നേരെ ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ടാണ് ഈ വിമർശനങ്ങളെല്ലാം തന്നത്. സ്വാഭാവികമായിട്ടും ഈ വിമർശനങ്ങൾ വന്ന ഘട്ടത്തിൽ സംസ്ഥാനത്തെ മറ്റ് BJP നേതാക്കളൊന്നും തന്നെ അതിനോട് പരസ്യമായിട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ രഹസ്യമായിട്ട് പലരും ഈ പറഞ്ഞ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആളുകൾക്ക് പിന്തുണ നൽകിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ കേരളത്തിലേക്കുള്ള സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള വരവ് സുഖിക്കാത്ത കുറേ സംസ്ഥാന നേതാക്കന്മാരുണ്ട്. സംസ്ഥാന മാത്രമല്ല, ദേശീയ നേതാക്കൾ തന്നെയുണ്ട്. കേരളത്തിൽ നിന്നുള്ള V. മുരളീധരൻ അടക്കമുള്ള, K. സുരേന്ദ്രൻ അടക്കമുള്ള, VS ശ്രീധരൻപിള്ള അടക്കമുള്ള പല നേതാക്കളെയും തഴഞ്ഞുകൊണ്ടാണ് സംസ്ഥാനത്തിൻ്റെ ഭരണം അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ചുമതല രാജീവ് ചന്ദ്രശേഖറിന് നൽകിയത് എന്നതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ BJPയുടെ പല നേതാക്കളും അവരുടെ എതിർപ്പ് ഇതിനു മുമ്പേ തന്നെ പരസ്യമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഇത്രത്തോളം ഇട്ടിക്കണ്ടപ്പന്മാരൊക്കെ എന്തടിസ്ഥാനത്തിലാണ് ചുമതലയിൽ വന്നതെന്ന് പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള പരസ്യ വിമർശനം BJPയുടെ സമീപകാലത്തെ ഏറ്റവും രൂക്ഷമായ വിമർശനങ്ങളിൽ ഒന്നായിട്ട് വിലയിരുത്തേണ്ടി വരും. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം കൃത്യമായിട്ട് സ്ട്രാറ്റജിയോടെയാണ് BJPയുടെ നേതൃത്വം ഈ സംസ്ഥാനം പിടിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയത്. 2026 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് എത്രയോ മാസങ്ങൾക്ക് മുൻപേ തന്നെ BJPയുടെ സംസ്ഥാന ഭാരവാഹികളുടെ, അതായത് അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നത് ഏത് സ്ഥാനാർത്ഥി നിർത്തിക്കഴിഞ്ഞാൽ വിജയിക്കാൻ സാധിക്കും എന്നത് താഴെ തട്ടു മുതലുള്ള പരിശോധനകൾ നടത്തിയതിന് ശേഷം പാർട്ടി ചിഹ്നത്തിലോ അല്ലാതെയോ ഈ സമീപകാലത്ത് കൃത്യമായിട്ട് ജനങ്ങൾക്കിടയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റിയ ആളുകളെ അവരെ പാർട്ടി ചിഹ്നത്തിലല്ലാതെയാണെങ്കിൽ അങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് മത്സരിപ്പിച്ച് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും രാജീവ് ചന്ദ്രശേഖർ BJPയുടെ ദേശീയ നേതൃത്വം നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ യുവമോർച്ചയുടെ ഭാരവാഹി പട്ടിക ഇപ്പോൾ പ്രഖ്യാപിക്കുകയും അതിനുമേൽ വലിയ വിമർശനം വരികയും അതിനെ തുടർന്ന് 3 നേതാക്കൾക്ക് സസ്പെൻഷൻ ലഭിക്കുകയും ചെയ്തത്. എന്തായാലും BJPക്കകത്ത് ഈ 3 നേതാക്കളുടെ സസ്പെൻഷൻ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. വരും മണിക്കൂറുകളിൽ BJPയുടെ നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ തന്നെ ഈ സസ്പെൻഷനോടും ഈ പരസ്യമായിട്ടുള്ള പ്രതികരണത്തോടും ഏത് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വരുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.